ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മളിപ്പോൾ വൃന്ദാവനിലാട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കൊരു 3 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ട്രെയിനിലാട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നും ഉണ്ടായില്ല. പിന്നെ എല്ലാം ചടപടയായിരുന്നു. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഞാൻ എടുക്കാതിരുന്നത്. ട്രെയിനൊക്കെ നമുക്ക് ഒരു ട്രെയിൻ മിസ്സായി, പിന്നെ വേറൊരു ട്രെയിൻ പിടിച്ച് വന്നു നമ്മൾ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ വൃന്ദാവനിലേക്കാട്ടോ. വൃന്ദാവനിലാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് വന്നതേ ഉള്ളൂ. ഇനി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ റൂമിൽ നിന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ പോകുന്നത് പ്രേമമന്ദിറിലേക്കാണ്. അപ്പോൾ ഒരു 5 മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് റിക്ഷയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷേ പറ്റിയിരുന്നില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച ട്രെയിനൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിനൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വേറൊരു ട്രെയിൻ വിളിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പ്രേമമന്ദിറിലെത്തി. അപ്പോൾ ഒരു വലിയൊരു ഗേറ്റ് കാണാം കേട്ടോ. ഈ ഒരു ഭാഗത്താണ് ഇഷ്ടം പോലെ ബഹളവും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രീകുട്ടി എന്നുള്ളൊരു ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എടുത്ത വ്യൂവും കാര്യങ്ങളൊക്കെ രാത്രിയിലാണ് സൂപ്പർ എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാത്രിയിലെ വ്യൂ ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ അതിനുള്ളിലേക്ക് ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ക്യൂവിൻ്റെ ഭാഗത്താണെങ്കിൽ ഇഷ്ടം പോലെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ജെൻസിനും ലേഡീസിനും വേറെ വേറെ ക്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ക്യൂ നിൽക്കുന്ന ഭാഗത്ത് നല്ല ഗാർഡനിങ് കാര്യങ്ങളായിട്ട് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പച്ചപ്പ് കാണുമ്പോൾ നമ്മൾ മലയാളികൾക്ക് പ്രത്യേക ഒരു വൈബും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ക്യൂ നിന്ന് ഇപ്പോൾ ഗേറ്റിൻ്റെ ആ ഒരു ഭാഗത്തെത്തി. വലിയൊരു ഗേറ്റാണ്, വെള്ള പുതഞ്ഞൊരു ഗേറ്റാണ്, നല്ലൊരു പഴമ നിറഞ്ഞൊരു ഗേറ്റാണ്. അങ്ങനെ ക്യൂ നിന്നിട്ട് നമ്മൾ അതിനുള്ളിലെത്തി. ഉള്ളിലെത്തുമ്പോൾ തന്നെ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറേ പേര് മിസ്സിങ് ആയിട്ടുണ്ട്. അതായത് ജെൻസും ലേഡീസും വേറെ വേറെ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ കുറേ പേർക്ക് മിസ്സാകുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെ കാത്തു നിൽക്കുകയാണ്. അതിനിടയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മിസ്സായിപ്പോയി. പിന്നെ നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ. അങ്ങനെ ഇതാണ് പ്രേമമന്ദിർ, നല്ല വെള്ള പൊതിഞ്ഞൊരു പ്രേമമന്ദിർ. അതിന് ചുറ്റും ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണെങ്കിൽ ഭയങ്കര ബഹളവും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പ്രേമമന്ദിറിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ 2 സൈഡ് ഓരോ ഫ്ലോട്ട് മാതിരി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശ്രീകൃഷ്ണൻ്റെ കഥകളൊക്കെ ചേർന്നൊരു ഫ്ലോട്ട് മാതിരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. മൊത്തം തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ഇപ്പോൾ പ്രേമമന്ദിറിൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ അതിനുള്ളിലൊക്കെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. നമുക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ നൈറ്റ് വ്യൂവിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, അതിൻ്റെയൊക്കെ തിരക്കിലാണ്. പിന്നെ നല്ല ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അതിനിടയിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ കണ്ണ് നല്ല അലമ്പാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് ശ്രീകൃഷ്ണൻ്റെ കാളിയ മദന. അതിൻ്റെ ഫ്ലോട്ട് മാതിരിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനൊക്കെ. അതിങ്ങനെ അനങ്ങുന്നതും പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു പ്രത്യേക ഒരു വൈബും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വലിയ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നല്ല രസമായിരുന്നു പോകാൻ. പക്ഷേ ഉച്ചക്കൊക്കെ ആയത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ മുന്നോട്ട് നടക്കുമ്പോൾ ഇതേപോലെ ഓരോ കാഴ്ചകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അതായത് ശ്രീകൃഷ്ണൻ്റെ ഐതിഹ്യമുള്ള ഓരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കണ്ണന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ആൾക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി. കാരണം ആളിങ്ങനെ കാർട്ടൂണിലൊക്കെ ശ്രീകൃഷ്ണൻ്റെ കഥകൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നേരിട്ട് കാണുമ്പോൾ അതെന്തൊക്കെയാണെന്ന് ആൾ പറയുന്നുണ്ട് കേട്ടോ. ഇത് കംസരാജാവാണ് അമ്മേ, ഇത് ശ്രീകൃഷ്ണനാണ്, ഇത് ശ്രീരാമനാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ ഒരു സമയത്ത് കണ്ണൻ നല്ല കൂളായിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുരുത്തക്കേടും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ പ്രേമമന്ദിർ ഇപ്പോൾ ലൈറ്റ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും വീണ്ടും ലൈറ്റ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായത്. നമ്മളെപ്പോലെ തന്നെയാണ് കേട്ടോ. നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. പിന്നെ പ്രത്യേകം പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഇവിടെ മൊത്തം ലൈറ്റ് കൊണ്ടുള്ള കളികളാണ്. പിന്നെ ഓരോ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഐതിഹ്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഒരു ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിൽ കാണാൻ പറ്റും. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ എനിക്ക് പ്രേമമന്ദിറിൻ്റെ ഈ ഒരു ലൈറ്റ് കൊണ്ടുള്ള ഒരു കളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ തോന്നും കേട്ടോ. പിന്നെ ഇതൊരു പ്രേമമന്ദിർ വൈറ്റ് മയാണ്, ഫുൾ വൈറ്റ് മയാണ്. അത് രാത്രി ആകുമ്പോൾ ഇങ്ങനെ ലൈറ്റ് മയാവും കേട്ടോ. അപ്പോൾ ഇതൊരു സമയമുണ്ട്, ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെയാണ് അതുള്ളത്. അത് കറക്റ്റ് എത്ര സമയം വരെ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്ത. എന്നാൽ രാത്രി വരെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ രാത്രി അല്ലെങ്കിൽ സന്ധ്യ
സന്ധ്യ ആകുമ്പോൾ വരാം, എന്നിട്ട് രാത്രിയുള്ള വ്യൂ ഒക്കെ കാണാം കേട്ടോ. പകലൊന്നും നമുക്ക് ഇത്ര ഭംഗിയോടൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ രാത്രി ആണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. ഞാൻ ശ്രീകുട്ടി ചേച്ചിയുടെ ചാനലിലാണ് രാത്രിയുള്ള വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഡൽഹിയിൽ വന്നാൽ ഈ ഒരു സ്ഥലം കൂടി ഒന്ന് വിസിറ്റ് ചെയ്യണം, ഈ ഒരു സ്ഥലം കൂടി ഒന്ന് കവർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറ്റിയാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. കവർ ചെയ്തത് മാത്രമല്ല, എനിക്കിത് കാണാൻ പറ്റിയല്ലോ, ഈ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ എനിക്ക് കാണാൻ പറ്റിയല്ലോ, അതിൻ്റെ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദേ നമ്മൾ നേരത്തെ വന്നതിനേക്കാളും തിരക്കാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത്. ഇപ്പോൾ എല്ലാവരും വരുന്നത് ഈ ഒരു ലൈറ്റ് കൊണ്ടുള്ള മയം കാണാനാണ്. നമ്മളെപ്പോലെ തന്നെയാണ് എല്ലാവരും ഈ ഒരു ലൈറ്റ് കൊണ്ടുള്ള മയം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടുപോയതല്ല, എൻ്റെ മെമ്മറി അപ്പോഴത്തേക്ക് ഫുള്ളായി. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ അധികമൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നമ്മൾ പ്രേമന്ദിറിന് ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഫുഡായിരുന്നു. ഇവിടെ ഒരു ധാബ പോലെ ഒരു സ്ഥലമുണ്ട്, അവിടുന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പാനിപൂരി കഴിച്ചു, പിന്നെ കുറേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കുറേ സംഭവങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയിരുന്നില്ല, കാരണം ആ സമയത്ത് എൻ്റെ ഫോൺ മെമ്മറി ഫുള്ളായിരുന്നു. മാക്സിമം ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ ഡിലീറ്റ് ചെയ്താലും വീണ്ടും മെമ്മറി ഫുള്ളാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ റൂമിലെത്തിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മെമ്മറിയൊക്കെ ഒന്ന് സെറ്റാക്കിയ റൂമിലെത്തിയതിന് ശേഷമാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസത്തെ വീഡിയോ കാണാം കേട്ടോ.